മലയാളികൾക്കേറെ പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് ബെന്യാമിൻ. ബെന്യാമിൻ്റെ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ എന്നാൽ ശ്രദ്ധ അർഹിക്കുന്ന ഒരു പുസ്തകമാണ് പ്രവാചകന്മാരുടെ 2-ാം പുസ്തകം. ആ പുസ്തകത്തിൽ യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അതിന് ഉപോത്ബലകമായി വേദപുസ്തകത്തിന് പുറത്തുള്ള ധാരാളം പാരമ്പര്യങ്ങൾ ബെന്യാമീൻ അവലംബിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് ഹൃദ്യമായി തോന്നിയ പല കാര്യങ്ങളുണ്ടെങ്കിലും നമ്മുടെ ഇന്നത്തെ ധ്യാനത്തോട് ചേർത്ത് വയ്ക്കാവുന്ന ഒരു കാര്യം പറഞ്ഞ് നമുക്ക് ധ്യാനം ആരംഭിക്കാം. കാനാവിലെ കല്യാണത്തെക്കുറിച്ച് വേദപുസ്തക പാരമ്പര്യത്തിൽ പെടാത്ത മറ്റൊരു പാരമ്പര്യം ബെന്യാമീൻ അതിൻ്റെ 86-ാമത്തെ പുറത്ത് പരാമർശിക്കുന്നുണ്ട്. കാനാവിലെ കല്യാണം എന്ന് കേൾക്കുമ്പോൾ വെള്ളം വീഞ്ഞാവുന്നതിനെക്കുറിച്ചാണ്, ആ അത്ഭുതത്തെക്കുറിച്ചാണ് നമ്മൾ ഓർക്കുന്നത്. എന്നാൽ അതുമാത്രമല്ല, ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് വെള്ളം വീഞ്ഞായി എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ വർത്തമാനകാല പ്രസക്തിയുള്ള മറ്റൊരു പാരമ്പര്യത്തെക്കുറിച്ച് ബെന്യാമീൻ അവിടെ സൂചിപ്പിക്കുന്നു. അനന്യാസ് എന്ന ഒരാളുടെ വീട്ടിലാണ്, കാനാവിലെ വീട്ടിലാണ് കല്യാണം നടക്കുന്നത്. യേശുവുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു കുടുംബം. സ്വാഭാവികമായും യേശുവിനെയും ശിഷ്യന്മാരെയും അമ്മയെയും എല്ലാം ക്ഷണിച്ചിരുന്നു. യഹൂദന്മാരുടെ വിവാഹ സൽക്കാരത്തിൻ്റെ പ്രധാന വിഭവം വീഞ്ഞാണ്. എന്നാൽ എല്ലാവർക്കും വീഞ്ഞു വിളമ്പുന്ന പതിവില്ല. യഹൂദന്മാരായ പ്രമാണികളായ സ്വജാതിക്കാരായ ആളുകൾക്ക് മാത്രമാണ് വീഞ്ഞു വിളമ്പുന്നത്. എന്നാൽ യേശുവും 12 ശിഷ്യന്മാരും ഈ വിവാഹത്തിന് പങ്കെടുക്കുന്നു. സ്വാഭാവികമായും വീടുമായി അടുത്ത ബന്ധമുള്ളതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനം പന്തിക്കിരിക്കാനാണ് യേശു താല്പര്യപ്പെട്ടത്. അങ്ങനെ എല്ലാവരും വിരുന്ന് കഴിഞ്ഞ് പോയി. അവസാനം യേശുവും ശിഷ്യന്മാരും പന്തിക്കിരുന്നു. വിരുന്നുവാഴികൾ വന്ന് യേശുവിനു വീഞ്ഞും മറ്റുള്ളവർക്ക് വെള്ളവും വിളമ്പി. അപ്പോൾ യേശു ചോദിച്ചു, ഇതെന്താണ് പന്തിയിൽ പക്ഷാഭേദം? അപ്പോൾ പറഞ്ഞു, നിനക്കറിഞ്ഞുകൂടെ, പ്രമാണികളായ മാന്യന്മാരായ ആളുകൾക്ക് മാത്രമേ നമ്മൾ വീഞ്ഞു വിളമ്പൂ. നിന്റെ കൂടെയുള്ളവരൊന്നും വീഞ്ഞു വിളമ്പത്തക്ക തരത്തിലുള്ള യോഗ്യതയോ മാന്യതയോ ഉള്ളവരല്ല. അപ്പോൾ യേശു പറഞ്ഞു, എൻ്റെ കൂടെ ഇരിക്കുന്ന ശിഷ്യന്മാർക്ക് വീഞ്ഞു വിളമ്പുന്നില്ലെങ്കിൽ ഞാൻ ഈ വിരുന്ന് ബഹിഷ്കരിക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ വല്ലാത്ത ശാഠ്യത്തിനു മുൻപിൽ അവസാനം വീട്ടുകാരനായ അനന്യാസിന് വഴിപ്പെടേണ്ടി വന്നു. അങ്ങനെ ആദ്യമായി ഒരു വിരുന്നു വീട്ടിൽ എല്ലാവർക്കും എല്ലാവർക്കും വീഞ്ഞു വിളമ്പുന്നതിന് പകരം ചിലർക്ക് വീഞ്ഞും ചിലർക്ക് വെള്ളവും വിളമ്പുന്ന പതിവ് അവസാനിക്കുന്നു. അന്നുവരെ വിരുന്നു വീട്ടിൽ വെള്ളം കിട്ടിയ ഈ സാധുക്കളായ ശിഷ്യന്മാർക്ക് അന്നു മുതൽ വെള്ളത്തിൻ്റെ സ്ഥാനത്ത് വീഞ്ഞ് ലഭിച്ചു. ഇതാണ് വെള്ളം വീഞ്ഞാകുന്ന അത്ഭുതം. നമുക്ക് കാനാവിലെ കൽഭരണികളിൽ വെള്ളം യേശു അത്ഭുതത്തിലൂടെ മാറ്റുന്നതിനെക്കുറിച്ച് പറയാൻ നമുക്ക് വലിയ ഔത്സുക്യമുണ്ട്. അത് തെറ്റൊന്നുമില്ല, കാരണം അങ്ങനെയാണ് വേദപുസ്തക പാരമ്പര്യം. എന്നാൽ 2000 വർഷങ്ങൾക്കപ്പുറത്ത് വെള്ളം വീഞ്ഞായതുകൊണ്ട് ഇന്ന് അത് എൻ്റെ ജീവിതത്തിൽ, ഞാൻ ജീവിക്കുന്ന പരിസരത്തിൽ എന്തു മാറ്റമാണ് വരുത്തുന്നത്? ഞാൻ ഈ ഒരു കഥ പറഞ്ഞത് ഇത് കാനാവിലെ കല്യാണത്തെക്കുറിച്ച് മാത്രമല്ല, വേദപുസ്തകത്തിലെ ഉപമകളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ
അത് കേവലം ചില ഉപദേശങ്ങൾ മാത്രമല്ല. ഈ കാലത്തോട് സംവദിക്കാനുള്ള ചില സന്ദേശങ്ങൾ അതിൽ കോഡ് രൂപത്തിൽ അല്ലെങ്കിൽ അതിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. ഈ വേദഭാഗത്തെ ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ കേവലം മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറയാൻ മാത്രമല്ല, മറിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും വീടിന് പുറത്ത് ജീവിതം നാണക്കിയ പല മനുഷ്യരുണ്ട്. ലാസറിനെ പോലെ ജീവിതം നായനക്കിയ മനുഷ്യർ. അത്തരം മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ ഇടപാട് എങ്ങനെയാണ്? ഈ കാലഘട്ടത്തിൽ അങ്ങനെ ജീവിതം നായനക്കിയ മനുഷ്യരോട് നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? ഈ ധ്യാനത്തിന് ഞാനൊരു പ്രത്യേക സമീപനമാണ് സ്വീകരിക്കുന്നത്. അത് കേട്ട് അങ്ങനെ വലിയ ആശയക്കുഴപ്പത്തിലൊന്നും പോകണ്ട. പ്രശസ്തനായ അമേരിക്കൻ നരവംശ ശാസ്ത്രജ്ഞനും സാമൂഹിക ശാസ്ത്രജ്ഞനുമായ ജെയിംസ് സ്കോട്ട്, അദ്ദേഹം 1990 ഒരു പുസ്തകം ഇറക്കി. ചിലരെങ്കിലും അത് വായിച്ചിട്ടുണ്ടാവും. അതിലുപയോഗിക്കുന്ന 2 വാക്കുകൾ കൂട്ടുപിടിച്ചാണ് ഈ ഉപമയെ ഇന്ന് രാത്രി വ്യാഖ്യാനിക്കാനും ധ്യാനിക്കാനും ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. അതിലൊന്നാമത്തെ വാക്ക് പബ്ലിക് ട്രാൻസ്ക്രിപ്റ്റ്. അതിൻ്റെ ഒരു മലയാളം പറഞ്ഞാൽ നമുക്ക് പൊതുലിഖിതം എന്നോ പൊതുബോധ്യമെന്നോ എളുപ്പത്തിൽ ഭാഷാന്തരം ചെയ്യാം. അത് കേൾക്കുമ്പോൾ ഒരല്പം ഒരു കുഴപ്പമുള്ള വാക്കാണെന്ന് തോന്നാമെങ്കിലും അത്ര കുഴപ്പം പിടിച്ച വാക്കല്ല. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം: ഒരു വിഷയത്തെ സംബന്ധിച്ച്, ഒരു കാര്യത്തെ സംബന്ധിച്ച് നാട്ടിൽ പരക്കെ സ്വീകരിക്കപ്പെട്ടിരിക്കുന്ന ചില ബോധ്യങ്ങളുണ്ട്. പൊതുവെ അങ്ങനെയാണ് ആളുകൾ കരുതുന്നത്. ഈ പൊതുധാരണ, പൊതുബോധ്യം, പൊതുലിഖിതം, പബ്ലിക് ട്രാൻസ്ക്രിപ്റ്റ്. രണ്ടാമത് മറ്റൊരു വാക്ക് ജെയിംസ് സ്കോട്ട് ആ പുസ്തകത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ വാക്ക് ഹിഡൻ ട്രാൻസ്ക്രിപ്റ്റ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അത്ര പരസ്യമായിട്ടുള്ളതല്ല, എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ കുറച്ചു പേരെങ്കിലും വിശ്വസിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് 2 തരത്തിലുള്ള ട്രാൻസ്ക്രിപ്റ്റുകളാണ്, 2 തരത്തിലുള്ള ബോധ്യങ്ങളാണ് സമൂഹത്തിലുള്ളത്. ഒന്ന്, പൊതുവിൽ എല്ലാവരും ശരിയെന്ന് കരുതുന്ന, പൊതുവിൽ എല്ലാവരും വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾ. എന്നാൽ അത് ശരിയല്ലെന്ന് വിശ്വസിക്കുന്ന ചിലരുണ്ട്. ഭൂരിപക്ഷം ആളുകൾ വിശ്വസിക്കുന്നത് പബ്ലിക് ട്രാൻസ്ക്രിപ്റ്റ്. എന്നാൽ ഈ ഭൂരിപക്ഷത്തിൻ്റെ ബോധ്യങ്ങൾ ശരിയല്ല എന്ന് കരുതുന്ന ചില ആളുകളുണ്ട്. അവരുടെ ബോധ്യം എന്നതിനെയാണ് നമ്മൾ ഹിഡൻ ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ പൊതുവായ വിശ്വാസത്തിനും ബോധ്യങ്ങൾക്കും എതിരായി ശരിയാണെന്ന ഉത്തമ ബോധ്യമുണ്ടായിട്ടും ആരെയൊക്കെയോ ഭയന്ന്, എന്തിനെയൊക്കെയോ പേടിച്ച് പറയാതെ മനസ്സിൽ സൂക്ഷിക്കുന്ന, എന്നാൽ ആ ബോധ്യങ്ങൾ കൊണ്ട് മാത്രം ജീവിതത്തെ മുന്നോട്ട് തള്ളി നീക്കുന്ന മനുഷ്യരുണ്ട്. കുറച്ചുകൂടെ ലളിതമായി പറഞ്ഞാൽ, പൊതുവായി എല്ലാവരും വിശ്വസിക്കുന്ന, എല്ലാവരും ശരിയെന്ന് കരുതുന്ന ഗോലിയാത്തിൻ്റെ വലിപ്പമുള്ള ചില ബോധ്യങ്ങളുണ്ട്. പൊതുബോധ്യങ്ങൾക്ക്, പബ്ലിക് ട്രാൻസ്ക്രിപ്റ്റിന് ഗോലിയാത്തിൻ്റെ വലിപ്പമാണ്. ഈ വലിപ്പമുള്ള ഗോലിയാത്തിൻ്റെ തരത്തിലുള്ള ഈ മഹാമേരു പോലെയുള്ള
എല്ലാവരും ശരിയെന്ന് കരുതുന്ന ഈ ശക്തിയെ, ഈ ബോധ്യത്തെ എതിർക്കാൻ ശക്തിയില്ലാത്ത കുറച്ച് മനുഷ്യരുണ്ട്. അവരുടെ കയ്യിലുള്ളത് 4-5 ചെറിയ കല്ലിൻ്റെ കഷണമാണ്. അപ്പോൾ ഒരു വശത്ത് ഗോലിയാത്തിനെ പോലെയുള്ള പൊതുബോധ്യങ്ങൾ, അതാണ് പബ്ലിക് ട്രാൻസ്ക്രിപ്റ്റ്. മറുവശത്ത് അത് എത്രത്തോളം വലുതാണെങ്കിലും ഗോലിയാത്തല്ല ശരിയെന്ന് വിശ്വസിക്കുന്ന ചില ആട്ടിടയന്മാർ, പക്ഷേ നേരിട്ട് എതിരിടാൻ പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് അവർ കല്ലുകളുടെ രൂപത്തിൽ ചില ബോധ്യങ്ങൾ കൊണ്ടു നടക്കുകയാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പരസ്യമായ ബോധ്യങ്ങളും പരസ്യമായ പല ബോധ്യങ്ങളും ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അവർ പലപ്പോഴും ദുർബലരാണ്, അവർക്ക് ശക്തിയില്ല, അവർക്ക് അധികാരമില്ല. അതുകൊണ്ട് പൊതുബോധ്യങ്ങളെ, പൊതു ശരികളെ എതിർക്കാൻ അവർ ചിലപ്പോൾ ചില കഥകൾ പറയും, ചില ഉപമകൾ പറയും, ചിലപ്പോൾ ചില ഏഷണികൾ പറയും, ചിലപ്പോൾ ചില തമാശകൾ പറയും. കഥകളും തമാശകളും ഉപമകളും കൊണ്ട് ഒരു സമൂഹം ഗോലിയാത്തിനെ പോലെ കരുത്തുണ്ട് എന്ന് കരുതുന്ന ചില വിശ്വാസങ്ങളെ എതിർക്കുന്നവരുണ്ട്. ഞാൻ ഈ പബ്ലിക് ട്രാൻസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഹിഡൻ ട്രാൻസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ പൊതുബോധ്യം അല്ലെങ്കിൽ രഹസ്യബോധ്യം, ഞാനൊരു ലളിതമായ ചില ഉദാഹരണങ്ങൾ പറഞ്ഞ് ഇതിൻ്റെ ഗൗരവമായ തലങ്ങളിലേക്ക് വരാം. എന്തിനാണ് ഈ ഹിഡൻ ട്രാൻസ്ക്രിപ്റ്റ്, അല്ലെങ്കിൽ എന്താണ് ഈ ഹിഡൻ ട്രാൻസ്ക്രിപ്റ്റ്, രഹസ്യബോധ്യം? ഞാൻ പറഞ്ഞല്ലോ, രഹസ്യബോധ്യങ്ങൾക്ക് പല രൂപങ്ങളുണ്ട്. ചിലപ്പോൾ അത് കഥകളാവാം, ചിലപ്പോൾ ഉപമകളാവാം, ചിലപ്പോൾ തമാശകളാവാം, ചിലപ്പോൾ രൂക്ഷമായ പരിഹാസങ്ങളാവാം, ചുരുക്കം ചില സന്ദർഭങ്ങളിൽ അതിന് ഗോസിപ്പിൻ്റെ സ്വഭാവവും ഉണ്ടാവാം. ഞങ്ങളുടെ സ്കൂളിനടുത്ത്, ഞാൻ TMD സ്കൂളിലാണ് പഠിച്ചത്, അവിടെ ഒരു വീടുണ്ട്. TMD സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെല്ലാം വെല്ലാടൻ്റെ വീടെന്നാണ് പറയുന്നത്. വെല്ലാടൻ്റെ വീട്ടിൽ ഒത്തിരി മാങ്ങയുണ്ട്. ഈ മാങ്ങ ഒരൊറ്റ ഒരുത്തന് ഈ വെല്ലാടൻ കൊടുക്കത്തില്ല. അപ്പോൾ വെല്ലാടൻ്റെ കയ്യിൽ മാങ്ങയുണ്ട്, ആവശ്യത്തിൽ കൂടുതൽ മാങ്ങയുണ്ട്, പക്ഷേ ഒരുത്തനും കൊടുക്കില്ല. എന്നാൽ ഞങ്ങളെപ്പോലെയുള്ള ഐറ്റപ്പഴകളായ കുട്ടികൾക്ക് മാങ്ങ കഴിക്കണമെന്ന വലിയ കൊതിയുണ്ട്. വെല്ലാടൻ തരത്തില്ല, പക്ഷെ ഞങ്ങൾക്ക് മാങ്ങ കഴിക്കണം. അപ്പം ഞങ്ങളുടെ കയ്യിലുള്ള പ്രതിരോധം, പ്രതിഷേധം എന്ന് പറയുന്നത് വെല്ലാടനോട് പോയി മുട്ടാനുള്ള ധൈര്യമൊന്നുമില്ല. ആ പേര് കേൾക്കുമ്പോഴേ അറിയാമല്ലോ, ഒരു വല്ലാത്ത പേരാണ്. അപ്പം അതുകൊണ്ട് വെല്ലാടനോട് മുട്ടാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആകെ ചെയ്യുന്നത്, മാങ്ങ കിട്ടിയില്ലെങ്കിലും മാവെ കല്ല് പെറുക്കി എറി, മാങ്ങായെ കൊണ്ടില്ലെങ്കിലും പുള്ളിയുടെ പെരപ്പുറത്തെങ്കിലും വീഴണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം അത് മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ എന്താണ് ഹിഡൻ ട്രാൻസ്ക്രിപ്റ്റ്? ന്യായമായ കാര്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുമ്പോൾ ബലമില്ലാത്ത, ശക്തിയില്ലാത്ത, കരുത്തില്ലാത്ത മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ അവരുടെ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ പറ്റും. ഇതിനെ വേണമെങ്കിൽ ലളിതമായി ഹിഡൻ ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയാം. നമ്മുടെ തിരുമേനി പറഞ്ഞൊരു കഥ, ഞാനത് തിരുമേനിയുടെ അനുവാദത്തോടെ തന്നെ പറയുക. നമ്മുടെ MJ ജോസഫ് അച്ഛൻ മദ്രാസിൽ വികാരിയായിരിക്കുന്ന സമയത്ത് ഇതുപോലെ അവിടെ ഒരു മാവുണ്ട്, മാവയെ നിറച്ചു മാങ്ങയുണ്ട്, പക്ഷേ പിള്ളേരെല്ലാം കല്ല് പെറുക്കി എറിയുകയാണ്. വീടിൻ്റെ പുറത്ത് കല്ല് വീഴുന്നതല്ലാതെ ഈ പിള്ളേർക്കൊട്ട് മാങ്ങ കിട്ടുന്നില്ല. ഒരു ദിവസം അച്ഛൻ ഈ പുള്ളികളെല്ലാം വിളിച്ചു, എന്നിട്ട് പറഞ്ഞേടാ, ഇത് നമ്മുടെ മാങ്ങയല്ലേ, നീ എന്തിനാ കല്ല് പെറുക്കി എറിയും? നിനക്ക് വേണമെങ്കിൽ വന്ന് എടുത്തോണ്ട് പോയാൽ പോരെ, ഇത് നമ്മുടെ മാങ്ങയല്ലേ. അതോടുകൂടെ കല്ലേറ് അവസാനിച്ചു. അപ്പോൾ ഈ കല്ലേറെന്ന് പറയുന്നത് ചിലപ്പോഴെങ്കിലും ഇറ്റ് ഈസ് ദ വെപ്പൺ ഓഫ് ദ വീക്ക്.
അത് ബലമില്ലാത്തവൻ്റെ, കരുത്തില്ലാത്തവൻ്റെ ആയുധമാണ്. എൻ്റെ അമ്മ മരിച്ചു പോയതുകൊണ്ട് ഇനിയിപ്പോൾ ധൈര്യമായിട്ട് പറയാം, അങ്ങനെയൊന്നും പൈസ ഞങ്ങൾക്ക് തരുന്ന ആളല്ല. വേൾഡ് ബാങ്ക് പോലെ ഇതെല്ലാം ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും. അതിലെ ഒരു പ്രധാന നിക്ഷേപ രീതി എന്ന് പറയുന്നത് കുടുക്കയാണ്. അപ്പോൾ ഒന്നീ കുട്ടിക്കൂറായുടെ കുപ്പി അല്ലെങ്കിൽ പോൺസിൻ്റെ കുപ്പി, അതിൻ്റെ അകത്തോട്ടാണ് ഈ നാണയങ്ങളെല്ലാം പെറുക്കിയിടുന്നത്. ചോദിച്ചാൽ ഈ തള്ള തരത്തില്ല. അപ്പോൾ പിന്നെ ബലമില്ലാത്ത, ശക്തിയില്ലാത്ത ഞങ്ങളുടെ മുൻപിലുള്ള ഏക ആയുധം എന്ന് പറയുന്നത് അമ്മ ഇല്ലാത്ത പരുവം നോക്കി ആ പോൺസിൻ്റെ കുപ്പി കുടുക്ക എടുക്കുക, കുനിച്ചു പിടിക്കുക, സ്പൂണ് കൊണ്ട് കുത്തുക, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കുക. ഇതിൽ നിന്നാണ് ATM ഉണ്ടായി. ഇതിന് പാസ്വേഡൊന്നും വേണ്ട, ഒരു കുത്തു കുത്തിയാൽ നമുക്ക് ആവശ്യമുള്ള നാണയം വരും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത്? ചോദിച്ചാൽ തരാത്തത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഹിഡൻ ട്രാൻസ്ക്രിപ്റ്റ് എന്നത് ഒരു പ്രവൃത്തിയാവാം. ന്യായമായതുപോലും നിഷേധിക്കപ്പെടുമ്പോൾ ഒന്നുകിൽ നമ്മൾ അതിനോട് കലഹിക്കുന്നത് ചിലപ്പോൾ വാക്കുകളുടെ രൂപത്തിലാവാം, അല്ലെങ്കിൽ പ്രവൃത്തിയുടെ രൂപത്തിലാവാം, ചിലപ്പോൾ തമാശകളുടെ രൂപത്തിലാവാം. എന്താണ് ഈ ഭാഷ? എന്തിനാണ് ഇങ്ങനെ ഹിഡനായി നമ്മൾ പ്രവർത്തിക്കുന്നത്, സംസാരിക്കുന്നത്? കാരണം പുറത്തു പറയാനോ ആരെങ്കിലും കാണുക അത് ചെയ്യാനോ ധൈര്യമില്ലാത്തതുകൊണ്ട് ദുർബലരായ മനുഷ്യർ, ശക്തിയില്ലാത്ത മനുഷ്യർ ചെയ്യുന്ന രഹസ്യ സംസാരവും രഹസ്യ പ്രവൃത്തിയുമാണ്. നിറം എന്ന സിനിമയിൽ അവിടുത്തെ കാമുകനും കാമുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുന്ന വാക്ക് ശുക്രിയ എന്ന വാക്കാണ്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഇവർ തമ്മിൽ പ്രണയത്തിലാണ് എന്ന് മാതാപിതാക്കളോട് പറയാൻ ധൈര്യമില്ലാതെ വരുമ്പോൾ അതിന് ചില രഹസ്യ ഭാഷ ഉപയോഗിക്കേണ്ടി വരും. നമ്മുടെ നാട്ടിലെ പ്രശസ്തമായ ഒരു ഹിഡൻ ട്രാൻസ്ക്രിപ്റ്റ് ആണ് ബീഡിയുണ്ടോ സഖാവെ തീപ്പെട്ടി എടുക്കാൻ. അതിൻ്റെ കാരണം അവർ സഖാക്കന്മാരാണെന്ന് മറ്റുള്ളവർ അറിഞ്ഞാൽ പിടിക്കപ്പെടും, അധികാരികൾ അവരെ ഉപദ്രവിക്കും. അപ്പോൾ ബലഹീനരായ, ശക്തിയില്ലാത്ത ആളുകൾ കണ്ടുപിടിക്കുന്ന ഹിഡൻ ട്രാൻസ്ക്രിപ്റ്റുകളാണ് ഞാൻ ഈ പറഞ്ഞത്. ശുക്രിയ എന്ന വാക്ക്. അവർക്ക് കാര്യം പറയണം, എന്നാൽ ആരും പിടിക്കരുത്. സഖാവാണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, പക്ഷേ മറ്റൊരാൾ അറിയുകയും ചെയ്യരുത്. വളരെ വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ ഒരു സിനിമ, അതിന് സിനിമയുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. ആ ഓഫീസിലെ ഒരു മാനേജർ അല്ലെങ്കിൽ അവിടുത്തെ വലിയ ആള് എന്തിനും ഏതിനും ആ പിയൂണിനെ ചീത്ത വിളിക്കും. ഏതു നേരവും പിയൂണിനെ. അപ്പോൾ ഈ പിയൂണ് വിചാരിച്ചു, എനിക്കെങ്ങനെങ്കിലും ഇയാളോടൊന്ന് പ്രതിഷേധിക്കണം. പക്ഷേ ബലമില്ല, ആരോഗ്യമില്ല, ശക്തിയില്ല. പുള്ളി ആകെ കണ്ടുപിടിച്ച ഒരു വഴി, പുള്ളിയുടെ ഒരു വിരലെ മുഴുവൻ കുഴിനഖം വന്ന് പഴുത്തിരിക്കുക. അപ്പോൾ പുള്ളി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം, എപ്പോഴാണോ ഈ ബോസ് അല്ലെങ്കിൽ CEO ചായ ചോദിക്കുന്നത്, നേരിട്ട് എന്ന് ചോദിക്കാനൊന്നും പറ്റൂല, കാരണം അതിനുള്ള ശക്തിയില്ല. അപ്പോൾ പിന്നെ എന്തു ചെയ്യും? ഈ പഴുത്തളിഞ്ഞ പുഴിനഖമുള്ള വിരലുണ്ടല്ലോ, ഇത് ഈ ചൂട് ചായക്കകത്തോട്ട് ഇട്ടുകൊണ്ടാണ് കൊണ്ട കൊടുക്കുന്നത്. ഇതിൻ്റെ പേരാണ് ഹിഡൻ ട്രാൻസ്ക്രിപ്റ്റ്. അതായത് അധികാരമുള്ള ആളുകളോട്, ശക്തരായ ആളുകളോട് കലഹിക്കാനും നേരിട്ട് പറയാനും കഴിയാതെ വരുമ്പോൾ അവരുടെ കണ്ണിൽ പെടാതെ പറയാനുള്ളത് പറയാനും ചെയ്യാനുള്ളത് ചെയ്യാനും അതിലൂടെ ഒരല്പമെങ്കിലും ആത്മാഭിമാനം നിലനിർത്താനും ബലഹീനർ കണ്ടുപിടിക്കുന്ന സങ്കേതത്തിൻ്റെ പേരാണ് ഹിഡൻ ട്രാൻസ്ക്രിപ്റ്റ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ സിനിമയിൽ മാത്രമേ ഉള്ളൂ. അല്ല, വേദപുസ്തകത്തിലുണ്ട്. വേദപുസ്തകത്തിൽ
റോമൻ ചക്രവർത്തിയെ 666 എന്ന് വിളിക്കുന്നത് ഒരു ഹിഡൻ ട്രാൻസ്ക്രിപ്റ്റാണ്. കാരണം ചക്രവർത്തിയെ നേരിട്ട് അഭിസംബോധന ചെയ്യാനുള്ള ധൈര്യമില്ല. റോമൻ സാമ്രാജ്യത്തെ വിളിക്കുന്നത് മൃഗമെന്നാണ്. എന്തുകൊണ്ടാണ്? ഈ ആദിമ ക്രിസ്ത്യാനികളെല്ലാം റോമൻ സാമ്രാജ്യത്തിൻ്റെ പീഡനത്തിന് ഇരകളാണ്. അവർ ബലഹീനരാണ്, അവർ ശക്തിയില്ലാത്തവരാണ്. അവർക്ക് റോമിനോട് നേരിട്ട് മുട്ടാനുള്ള കരുത്തില്ല. നിങ്ങൾ ഇങ്ങനെയാണെന്ന് പറയാൻ അവർക്ക് ബലമില്ല. അതുകൊണ്ട് റോമൻ സാമ്രാജ്യത്തിൻ്റെ സ്വഭാവത്തെ വിശേഷിപ്പിക്കാൻ അവർക്കാകെ സാധിക്കുന്നത് ഒരു രഹസ്യ ഭാഷ, ഒരു ഹിഡൻ ട്രാൻസ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നു. അവർ മൃഗമെന്നും 666 എന്നും ഒക്കെ വിളിക്കും. ഇനിയും മറ്റൊന്നുകൂടെ ഉണ്ട്. ആദിമസഭയിൽ യേശുവിനെ കർത്താവെന്ന് വിളിക്കാൻ എളുപ്പമല്ല. കാരണം അവിടെ ഒരു കർത്താവ് മാത്രമേ ഉള്ളൂ, ഒരു ലോർഡ് മാത്രമേ ഉള്ളൂ. സീസർ അലോൺ ഈസ് ദ ലോർഡ്, ആൻഡ് സീസർ ഈസ് ദ ലോർഡ് ഓഫ് ദി റോമൻ എംപയർ. റോമൻ സാമ്രാജ്യത്തിൻ്റെ ലോർഡ് എന്ന് പറയുന്നത് ഒരൊറ്റ ഒരാളേ ഉള്ളൂ, അത് റോമൻ ചക്രവർത്തിയാണ്. അതുകൊണ്ട് മറ്റൊരാളെ കർത്താവെന്ന് വിളിക്കാൻ അവർക്ക് ധൈര്യമില്ല, കാരണം അവർക്ക് ശക്തിയില്ല. അപ്പോൾ അവർ കണ്ടുപിടിച്ച ഒരു മാർഗമാണ് ഇക്തൂസ്. അതിലെ ഓരോ അക്ഷരങ്ങൾ ചേർക്കുമ്പോൾ കിട്ടുന്നത് ജീസസ് ക്രൈസ്റ്റ് സൺ ഓഫ് ഗോഡ്. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ്. നേരിട്ട് കർത്താവെന്ന് പറഞ്ഞാൽ തലവും, നേരിട്ട് കർത്താവെന്ന് പറഞ്ഞാൽ ഉപദ്രവം അനുഭവിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൻ്റെ പേരാണ് ഹിഡൻ ട്രാൻസ്ക്രിപ്റ്റ്. ഇത് ശക്തിയില്ലാത്ത, ബലഹീനരായ, കരുത്തില്ലാത്ത ആളുകൾക്ക് നേരിട്ട് പറയാൻ കഴിയാതെ വരുമ്പോൾ അത് പരോക്ഷമായി പറയുന്ന സമ്പ്രദായത്തിൻ്റെ പേരാണ് ഹിഡൻ ട്രാൻസ്ക്രിപ്റ്റ്, അല്ലെങ്കിൽ രഹസ്യ ബോധ്യങ്ങൾ എന്ന് നമുക്ക് പറയാം. ഇത്രയും കാര്യങ്ങൾ ഞാൻ പ്രാരംഭമായി പറഞ്ഞത് ഇതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഈ ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഈ ഉപമയിലെ പൊതുബോധ്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ഉപമയിലെ പബ്ലിക് ട്രാൻസ്ക്രിപ്റ്റ് എന്തൊക്കെയാണ്? ഇവിടെ 2 മനുഷ്യരുണ്ട്. ഒരാൾക്ക് പേരുണ്ട്, ഒരാൾക്ക് പേരില്ല. ഒരാൾ ധനവാൻ, മറ്റേയാൾ ലാസർ. ധനവാനെ കുറിച്ച് നമ്മൾ കരുതുന്നത് ധനമുള്ള ആളായതുകൊണ്ട് അയാൾ അനുഗ്രഹീതനാണ്. എന്നാൽ ലാസറിന്, നമ്മുടെ കുർലോസ് തിരുമേനി ആദ്യത്തെ ദിവസത്തിൽ പറഞ്ഞ പോലെ, എടാ ലാസറെ, എടാ മത്തായി എന്ന് വിളിക്കാൻ പറ്റുന്ന, എന്നാൽ ഗേറ്റിന് പുറത്ത് കിടക്കുന്നയാള് എടാ ലാസർ. ഇതേ ലാസർ ആ വലിയ വീട്ടിൽ വന്നാൽ ലാസർ അങ്കിളാവും. ആവട്ടെ, ഈ വേദഭാഗത്ത് ഈ ഉപമയിലൂടെ യേശു നിലവിലിരിക്കുന്ന ഒരു ശക്തമായ, ഒരു പക്ഷേ ഗോലിയാത്തിനെ പോലെ വലിപ്പമുള്ള, ഉറച്ച, കരുത്തുള്ള ഒരു ബോധ്യത്തെ യേശു തിരുത്തുകയാണ്. എന്തൊക്കെയാണ് ഈ വേദഭാഗത്തുള്ള പബ്ലിക് ട്രാൻസ്ക്രിപ്റ്റ്? ഈ വേദഭാഗത്തുള്ള പൊതുബോധ്യങ്ങൾ, പൊതുധാരണകൾ എന്തൊക്കെയാണ്? 19-ാമത്തെ വാക്യത്തിൽ ധനവാനെ പരിചയപ്പെടുത്തുന്നത് വളരെ കേമമായിട്ടാണ്. അവിടെ പറയുന്നു, ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്ര വസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു അനുഗ്രഹീതനായ മനുഷ്യൻ, ഭാഗ്യവാനായ മനുഷ്യൻ, സമ്പത്തുള്ള മനുഷ്യൻ ഭാഗ്യവാനാണ്, സമ്പത്തുള്ള മനുഷ്യൻ അനുഗ്രഹീതനാണ്. ആഡംബരം എന്ന് പറയുന്നത് ഒരനുഗ്രഹമാണ്. സുഖിച്ച് ജീവിക്കാൻ കഴിയുക എന്നത് ഒരനുഗ്രഹമാണ്. ഇതാണ് നിലവിലിരിക്കുന്ന പബ്ലിക് ട്രാൻസ്ക്രിപ്റ്റ്. അപ്പോൾ ധനവാനെക്കുറിച്ച് പറയുന്നത് അയാൾക്ക് പണമുണ്ടെന്ന് മാത്രമല്ല, അത് വളരെ ഓസ്റ്റൻഷ്യസായി, വളരെ ജുഗുപ്സാവഹമായി പ്രകടിപ്പിക്കുന്ന ഒരാളാണ്. എപ്പോഴും ധൂമ്രവസ്ത്രം ധരിച്ച്, പട്ടു ധരിച്ച്, ആഡംബരത്തോടെ സുഖിച്ച്
4 നേരം മൃഷ്ടാനം കഴിക്കുന്ന ഒരാൾ നമ്മുടെ ദൃഷ്ടിയിൽ എല്ലാം കൊണ്ടും ഭാഗ്യവാൻ. ഇതാണ് പബ്ലിക് പ്ലാൻ. ആരാണ് ദൈവം അനുഗ്രഹിച്ച മനുഷ്യൻ? ആരാണ് ഭാഗ്യവാൻ? വലിയ മന്ദിരങ്ങളിൽ താമസിക്കുന്നവർ, ധൂമ്ര വസ്ത്രം ധരിക്കുന്നവർ, എപ്പോഴും പട്ടുവസ്ത്രം ധരിക്കുന്നവർ, ആഡംബരത്തോടെ ജീവിക്കുന്നവർ, സുഖലോലുപരായി ജീവിക്കുന്നവർ. ഇതാണ് അനുഗ്രഹം എന്നുള്ള ഒരു പൊതുബോധ്യത്തെ, പബ്ലിക് ട്രാൻസ്ക്രിപ്റ്റിനെ തിരുത്താനാണ് യേശു ഈ ഉപമ പറയുന്നത്. എന്നാൽ ഇതിൻ്റെ നേരെ വിപരീതമാണ് ലാസർ. 20-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ലാസർ എന്ന് പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. അപ്പോൾ ലാസറിനെ കുറിച്ച് പറയുന്നത് അയാൾ ദരിദ്രനാണ്, ദേഹമാസകലം വ്രണമാണ്, പ്രത്യേകിച്ചൊരു വീടൊന്നുമില്ല, ഈ ധനവാന്റെ പടിപ്പുരയ്ക്കലാണ് കിടക്കുന്നത്. എന്നിട്ട് അടുത്തത്, പുള്ളിക്ക് ആകെ ഒരാഗ്രഹമേ ഉള്ളൂ, ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കണം. അതൊരാഗ്രഹം മാത്രമാണ്. എന്നിട്ട് പറയുന്നു, നായ്ക്കളും വന്ന് അവൻ്റെ വ്രണം നക്കും. ഇതിനാണ് ജീവിതം നാനക്കി എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചത് ഒരു അൺപാർലമെൻ്ററി ആണെന്ന് ചിലരെങ്കിലും വിചാരിച്ചു കാണും. ലാസറിനെ നക്കുന്നത് നായാണെങ്കിൽ അതിൻ്റെ പേരാണ് ജീവിതം നാനക്കി എന്ന് പറയും. ഇവിടെ 2 പേരാണ്. ധനവാനായ മനുഷ്യൻ അനുഗ്രഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും പ്രതീകമാണ്. ഇതാണ് പബ്ലിക് ട്രാൻസ്ക്രിപ്റ്റ്. ഇതാണ് പൊതുധാരണ അല്ലെങ്കിൽ പൊതുബോധ്യം. എന്നാൽ ഇതിനെ തിരുത്താനാണ് യേശു ഈ ഉപമ പറയുന്നത്. നമ്മളിനി ലാസറിൻ്റെ ഇതിലേക്ക് വരുന്നതിന് മുൻപ്, ഈ ധനവാനായ മനുഷ്യൻ അത്ര മോശക്കാരനാണെന്നോ ഒന്നും വേദപുസ്തകത്തിൽ അങ്ങനെ സൂചനയൊന്നുമില്ല. ഒരല്പം മര്യാദക്കാരനായതുകൊണ്ടാവണമല്ലോ ലാസറിനെ ഈ വീടിൻ്റെ വാതുക്കൽ കിടക്കാൻ സമ്മതിച്ചത്. അവരല്പമൊക്കെ ഒരു ചാരിറ്റബിൾ ആണ്. രണ്ടാമത്, വേദപുസ്തകത്തിൽ ഈ ധനവാനായ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് നേരിട്ട് അങ്ങനെ വിമർശനം ഒന്നും പറയുന്നില്ല. എന്നാൽ ഇവിടുത്തെ പ്രശ്നം, ഇങ്ങനെ ഒരാൾ നാമാക്കി വ്രണം ബാധിച്ച് ദരിദ്രനായി തൻ്റെ വീട്ടുവാതിൽക്കൽ കിടക്കുന്നതിൽ യാതൊരു അസ്വാഭാവികതയും ഇയാൾക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ ധൂമ്ര വസ്ത്രവും പട്ടുമൊക്കെ ഉണ്ടെങ്കിലും, എല്ലാ തരത്തിലുള്ള ആഡംബരങ്ങൾ ഉണ്ടെങ്കിലും, കാതലില്ലാത്ത, കാമ്പില്ലാത്ത ഒരു ജീവിതമാണ് ഈ മനുഷ്യൻ്റേത്. തൻ്റെ വീട്ടുവാതുക്കൽ കിടക്കുന്ന നിർഭാഗ്യവാൻ, അതിൽ യാതൊരു അസ്വാഭാവികതമയോ, ആ മനുഷ്യൻ്റെ വ്രണങ്ങളിൽ നായ നക്കുന്നതിൽ യാതൊരു കുഴപ്പമോ വേദനയോ തോന്നാത്ത ഒരു മനുഷ്യൻ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വാക്കാണ് കാൽസിഫൈഡ് ഹാർട്ട്. കാൽസ്യം അതുണ്ടാക്കി, എൻ്റെ വാക്കൊന്നുമല്ല, ഏതോ ബുദ്ധിയുള്ളവരുണ്ടാക്കിയ വാക്ക്. എന്ന് പറഞ്ഞാൽ കഠിന ഹൃദയൻ എന്ന് പറയാനാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മനുഷ്യന് ചില നന്മകളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണല്ലോ വീട്ടുവാതുക്കലൊക്കെ കിടക്കാനായിട്ടൊക്കെ സമ്മതിച്ചത്. എന്നാൽ മനുഷ്യൻ്റെ ആത്യന്തികമായ പ്രശ്നം, ഒരു മനുഷ്യൻ ദാരിദ്ര്യത്തിൽ കിടക്കുമ്പോൾ, അവൻ്റെ വ്രണങ്ങൾ നായ നക്കുമ്പോൾ, നായേക്കാൾ അധപ്പതിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കാണുമ്പോൾ, അതിൽ യാതൊരു അസ്വാഭാവികതയും തോന്നാതെ, അതെല്ലാം തികച്ചും സാധാരണമാണെന്ന് തോന്നുന്ന ഈ ഒരു വല്ലാത്ത മാനസിക മരവിപ്പുണ്ടല്ലോ, അതാണ് ഈ ധനവാനായ മനുഷ്യൻ്റെ പ്രശ്നം. തരക്കേടില്ലാതെ ജീവിക്കുന്നു എന്ന് പറയുമ്പോഴും കാതലുള്ള ജീവിതമല്ല. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ
ഒരു സെൽഫ് അബ്സോർബ്ഡ് ലൈഫ്. ഈ പുറമേ ഉള്ളതിനേക്ക് ഉള്ളിലേക്ക് ചെല്ലും തോറും ചെറുതായി വരികയാണ്. ഈ അടുത്ത സമയത്ത് നിങ്ങളിൽ ചിലർ വായിച്ച ഒരു നോവലുണ്ട്, കലാച്ചി. ഈ കലാച്ചിയിൽ അതിൻ്റെ 124 പുറത്ത് ഒരു പ്രത്യേകതരം പാവയെക്കുറിച്ച് പറയുന്നുണ്ട്. ആ പാവയ്ക്ക് പല പേരുണ്ട്. ഒരു റഷ്യൻ ഡോളാണ്. അതിന് മീര ഉപയോഗിക്കുന്ന വാക്ക് ബബുഷ്ക പാവ എന്ന. അതിൻ്റെ മറ്റു പല പ്രയോഗങ്ങളുണ്ട്. നെസ്റ്റിംഗ് ഡോൾസ് എന്നും മാട്രിയോസ്ക ഡോൾസ് എന്നും ഒക്കെ പറയാം. അതൊക്കെ അങ്ങ് വിട്ടേക്കുക. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, പുറമേയുള്ള നമ്മളൊരു വലിയ പാവ വാങ്ങിക്കുന്നു. ഈ പാവയെ ഉയർത്തി മാറ്റുമ്പോൾ അതിനുള്ളിൽ മറ്റൊരു പാവ കാണും. അതിനെ ഉയർത്തി മാറ്റുമ്പോൾ അതിനുള്ളിൽ ഒരു ചെറിയ പാവ കാണും. അതിനെ പൊക്കി മാറ്റുമ്പോൾ വീണ്ടും ഒരു ചെറിയ പാവ കാണും. മീര ഇങ്ങനെ എഴുതുന്നു: പുറമേയുള്ള വലിയ എനിക്കുള്ളിൽ അല്പം ചെറിയ മറ്റൊരു ഞാൻ. അങ്ങനെ ഒന്നുകൂടെ പറയാം. പുറമേയുള്ള വലിയ എനിക്കുള്ളിൽ അല്പം ചെറിയ മറ്റൊരു ഞാൻ. ആ എനിക്കുള്ളിൽ കുറച്ചുകൂടെ ചെറിയൊരു ഞാൻ. അങ്ങനെ തുടരുന്ന അവസാനത്തെ എനിക്കുള്ളിൽ ഒരു വിരലോളം പോന്ന ഒറ്റ തടിയിൽ കൊത്തിയ ഒടുവിലത്തെ ഞാൻ. ഉള്ളിൻ്റെ ഉള്ളിലെ ഇത്തിരി പോന്ന ഞാനാണോ, പുറമേയുള്ള പുറന്തോടായ ഞാനാണോ യഥാർത്ഥ ഞാൻ? ഈ ധനവാനായ മനുഷ്യനെ കുറിച്ച് വലിയ ധൂമ്രവസ്ത്രം, ആഡംബരം എല്ലാമുണ്ട്. പക്ഷേ ഈ മനുഷ്യന്റെ അവസ്ഥ ബബുഷ്ക പാവയെ പോലെയാ. ഓരോന്നോരോന്ന് എടുത്തു മാറ്റിയപ്പോൾ അവസാനം കാണുന്നത് ഒരു കുഞ്ഞു ഞാൻ. ഈ പുറന്തോടിനുള്ളിലെ ഞാനും ഉള്ളിൻ്റെ ഉള്ളിലെ ഈ ചെറിയ ഞാനും, ഇതിലെ ഏത് ഞാനാണ് യഥാർത്ഥ ഞാൻ? ഞാൻ പറഞ്ഞു വരുന്നത്, ധനവാനായ മനുഷ്യനെക്കുറിച്ച് നിലനിൽക്കുന്ന ധനത്തെക്കുറിച്ചും സുഖലോലുപതയെക്കുറിച്ചുമൊക്കെ ആഡംബരത്തെക്കുറിച്ചുമൊക്കെ നിലനിൽക്കുന്ന ഒരു പൊതുബോധ്യം, പബ്ലിക് ട്രാൻസ്ക്രിപ്റ്റ്. എന്നാൽ ഇവിടെ ആ ഒരു ധാരണയെ, ബോധ്യത്തെ തിരുത്താനാണ് യേശു ഈ ഉപമ പറയുന്നത്. നമുക്ക് ലാസറിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. മരണത്തിന് ശേഷമാണ് ലാസറിൻ്റെ ജാതകം മാറുന്നത്. ഞാൻ ആ ജാതകം എന്ന വാക്ക് മെറ്റഫോറിക്കലായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഞാൻ ഇനി ജാതകത്തിൽ വിശ്വസിക്കുന്നുണ്ടോ, എനിക്ക് ജാതകം ഉണ്ടോ എന്നൊന്നും അല്ല. നമ്മൾ പറയത്തില്ലേ, നമ്മുടെ സ്ക്രിപ്റ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന സെൻസിൽ പറഞ്ഞാൽ, ജീവിച്ചിരുന്നപ്പോൾ ലാസറിൻ്റെ ജാതകം ഒന്നും, മരണത്തിൻ്റെ ശേഷം ലാസറിൻ്റെ ജാതകം മറ്റൊന്നായി മാറുകയാണ്. നമുക്കൊരു വാക്കിൽ ഇങ്ങനെ പറയാം, സ്റ്റേറ്റസ് റിവേഴ്സൽ. ആരാണ് ലാസർ? പുതിയ നിയമ പണ്ഡിതന്മാർ ലാസറിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് അതിൽ വളരെ ഗൗരവമായി ബൈബിൾ പഠനങ്ങൾ നടത്തുന്നവർക്ക് വേണ്ടി ഞാൻ പറയുന്നെന്നുള്ളതേ ഉള്ളൂ. ഒന്ന് വില്യം ഹെർസോഗ്, രണ്ട് എമിജിൽ ലെവൈൻ. ഈ രണ്ടു പേര് അവരുടെ പഠനങ്ങൾ 1-ാം നൂറ്റാണ്ടിലെ സാഹചര്യം അനുസരിച്ച് പറയുന്നത്, ലാസർ ഈ വിധം ഒരു ദരിദ്രനായി രോഗാതുരനായി മാറിയതിന് പല കാരണങ്ങൾ കാണും. ഒരു പക്ഷേ ഒരു മൈഗ്രൻ്റ് വർക്കർ ആയിരിക്കും. ജോലിയൊക്കെ അന്വേഷിച്ച് ആ പട്ടണത്തിലോട്ട് കുടിയേറിയ ഒരു മനുഷ്യനായിരിക്കണം ലാസർ. അതുകൊണ്ട് തന്നെ ജോലിയൊന്നും ചിലപ്പോൾ ആഗ്രഹിച്ചത് കിട്ടിക്കാണില്ല. ചില ആളുകൾ പറയുന്നത് ലാസർ ഒരുപക്ഷെ കൃഷിക്കാരനായിരുന്നിരിക്കണം. ഈ ധനവാനായ മനുഷ്യനായിരിക്കണം ലാസറിന് വായ്പ കൊടുത്തത്.
വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാതെ ഇളവ് ചോദിച്ച് ഈ ധനവാന്റെ വീട്ടുവാതിക്കൽ കിടന്ന് രോഗിയായി വ്രണബാധിതനായി മാറിയതാവാം. അല്ലെങ്കിൽ ഒരു ദിവസ ജോലിക്കാരനാവാം. അത്ര സ്കിൽഡ് അല്ലാത്തത് കൊണ്ട് ആരും വിളിക്കുന്നില്ല. നമുക്കറിയാം, മുന്തിരിത്തോട്ടത്തിലെ വേലക്കാരുടെ ദൃഷ്ടാന്തം അറിയാം. ആരും വിളിക്കാതെ കുറെ ആളുകൾ കവലയിൽ മെനക്കെട്ട് നിൽക്കുന്നതിനെ കുറിച്ച് യേശു പറയുന്നുണ്ട്. ഒന്നുകിൽ മൈഗ്രൻ്റ് വർക്കറാവാം, അല്ലെങ്കിൽ കൃഷിക്കാരനാവാം, അല്ലെങ്കിൽ ഒരു ദൈനംദിന ജോലിക്കാരനാവാം. എന്തായാലും വലിയ ഋണബാധ്യതയുള്ളയാളാണ്. ഋണം കൂടി അത് വ്രണമായി മാറുകയാണ്. അങ്ങനെ ഒരു വീടിൻ്റെ വാതിക്കൽ ഒരു മനുഷ്യൻ ദരിദ്രനായി മരണാസന്നനായി ശരീരം മുഴുവൻ വടുക്കൾ വന്ന് അതിൽ നായ നക്കുന്ന ഒരവസ്ഥ. വേദപുസ്തകം പറയുന്നു, അയാൾ മരിച്ചു. ധനവാനും മരിച്ചു. മനോഹരമാണ് ആ ഭാഗത്തെ പ്രയോഗം. കൊട്ടാരങ്ങളിൽ താമസിക്കുന്നവനും മരിക്കും, കുടിലിൽ താമസിക്കുന്നവനും മരിക്കും. ലാസർ മരിച്ചു, ധനവാനും മരിച്ചു. എന്നാൽ അവിടം കൊണ്ട് യേശു കർത്താവിൻ്റെ ഉപമയിലെ വിസ്മയം അവസാനിക്കുന്നില്ല. അവിടെ യേശു കർത്താവ് പറയുകയാണ്, ധനവാനായ മനുഷ്യൻ മരിച്ച് പാതാളത്തിലോട്ട് പോയി. അയാൾക്കൊരു പക്ഷേ നല്ല അടക്കമൊക്കെ കിട്ടിക്കാണും. ഒരു 10-25 അച്ഛന്മാരും മെത്രാച്ചന്മാരും ഒക്കെ വന്ന് അടക്കി. പാതാളത്തിൽ പോകുന്നവനെ ആരടക്കിയിട്ട് എന്താ ഗുണം? പോകുന്നത് പാതാളത്തിലോട്ടാണെങ്കിൽ ശവമടക്കെങ്ങനെയായാൽ എന്താ പ്രയോജനം? എന്നാൽ ലാസർ മരിച്ചു, ലാസറിന് അടക്കം കിട്ടിയില്ല. ലാസറിനെ ദൂതന്മാരെടുത്തുകൊണ്ടുപോയി. ഒന്ന് ആലോചിച്ച് നോക്കി. അതുവരെയുള്ള പബ്ലിക് ട്രാൻസ്ക്രിപ്റ്റ്, അതുവരെയുള്ള പൊതുബോധ്യം, അതുവരെയുള്ള ഗോലിയാത്യൻ മനോഭാവം ശരിയെന്ന് പറയുന്നത് ധനമാണ് അനുഗ്രഹം, ആഡംബരമാണ് അനുഗ്രഹം, ധൂമ്രവസ്ത്രമാണ് അനുഗ്രഹം, പട്ടുവസ്ത്രമാണ് അനുഗ്രഹം, സുഖിച്ചു ജീവിക്കുന്നതാണ് അനുഗ്രഹമെന്ന് കരുതുമ്പോൾ അവിടെ കാര്യങ്ങൾ കീഴ്മേൽ മറിയുകയാണ്. ഒരുത്തൻ പാതാളത്തിലോട്ടും ലാസർ അബ്രഹാമിൻ്റെ മടിയിലോട്ടും പോയി. ഈ മരിച്ച ആളുകൾ അബ്രഹാമിൻ്റെ മടിയിലോട്ട് പോകുന്നു എന്ന ഒരു ചിന്ത നമ്മുടെ ആരാധനക്രമത്തിലുമുണ്ട്. ഒരുപക്ഷെ നമ്മളാരും അത് അത്ര ശ്രദ്ധിക്കാൻ സാധ്യതയില്ല, കാരണം അത് നമസ്കാരക്രമത്തിലുണ്ട്. നമ്മുടെയും ആഗ്രഹം മരിച്ചു കഴിഞ്ഞ് അബ്രഹാമിൻ്റെ മടിയിലോട്ട് പോകണമെന്ന്. നമ്മുടെ സന്ധ്യാ നമസ്കാരം, അത് അങ്ങനെ ഒരു പുസ്തകം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാവുന്നതാണ് എൻ്റെ വിചാരം. അതിലൊരു പാട്ടുണ്ട്, നിൻ സുവിശേഷത്തിൽ വിശ്വാസം പൂണ്ടോ അബ്രഹാം ഇസഹാക്ക് യാക്കോബ് എന്നിവർ തൻ മടിയിൽ ആശ്വാസം പ്രാപിച്ചിടണമേ, വന്നവനും ഇനിമേൽ വരുവതിനുള്ളവനും. അപ്പൊ എല്ലാവരുടെയും സ്വപ്നം എന്ന് പറയുന്നത് അബ്രഹാമിൻ്റെ പിതാക്കന്മാരുടെ മടിയിലോട്ട് പോവുകയാണ്. എങ്ങനെ അടക്കപ്പെടുന്നു എന്നതിലല്ല, എങ്ങോട്ട് പോകുന്നു എന്നതിലാണ് കാര്യം. അതുകൊണ്ട് മരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ശവസംസ്കാരം എന്ന് പറയുന്നത്, അടക്കം എന്ന് പറയുന്നത്, അതുവരെ അടക്കിപ്പിടിച്ചത് ഉറക്കെ പറയുന്ന സന്ദർഭത്തിൻ്റെ പേരാണ് ശവസംസ്കാരം. ഒന്നുകൂടെ പറയാം, ജീവിച്ചിരിക്കുമ്പോൾ അടക്കിപ്പറഞ്ഞ കാര്യങ്ങൾ ഉറക്കെ പറയുന്ന സമയമാണ് അടക്കം.
മരിച്ചു കഴിഞ്ഞാൽ അടക്കി പറയുന്നത് ഇനി ഉറക്കെ പറയാം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ലോകത്തിലെ ഭാഗ്യവും ഈ ലോകത്തിൽ നമ്മൾ അനുഗ്രഹമെന്ന് കരുതുന്നത് പലതും പൊള്ളയാണെന്ന് ഉറക്ക വിളിച്ചു പറയുന്ന അവസരമാണ് ശവസംസ്കാര ശുശ്രൂഷ. ഞാൻ ആ പുസ്തകമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് തിരുവനന്തപുരംകാരെ അത്ര വിശ്വാസമില്ല. അപ്പൊ എടാ മത്തായി എന്ന് വിളിക്കുന്നവനെ മത്തായി അങ്കിൾ എന്ന് വിളിക്കുന്നവനോടും മരണസമയത്ത് നിങ്ങൾക്ക് ഒരു കാര്യം ഉറക്കെ പറയാം. അതിൻ്റെ പേരാണ് പബ്ലിക് റപ്ചർ. ഇതുവരെ പബ്ലിക് ട്രാൻസ്ക്രിപ്റ്റ് ആയിരുന്ന പൊതു ശരിയെ ചില അടക്കിപ്പിടിച്ച ശരിയുമായി ജീവിക്കുന്ന മനുഷ്യർ വിചാരണ ചെയ്യുന്ന അവസരമാണ്. കൊട്ടാരത്തിലായാലും കുടിലിലായാലും, ധൂമ്രവസ്ത്രം ധരിക്കുന്നവനായാലും നാറിയ വസ്ത്രം ധരിക്കുന്നവനായാലും, മരണമെന്നത് അടക്കിപ്പിടിച്ചത് ഉറക്കെ പറയുന്ന അവസരമാണ്. നമ്മുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ ഇങ്ങനെ ഒരു പാട്ടുണ്ട്. അത് കൊമ്പനായാലും അച്ഛനായാലും മേൽപ്പട്ടക്കാരായാലും പൈസ ഉള്ളവരായാലും ഇല്ലാത്തവരായാലും എല്ലാവരോടും പറയുന്ന ഒരു കാര്യം: മാനിച്ചവനെ മണ്ണിലെ കയയ്ക്കുന്നു, സ്നേഹിച്ചവളെ ശോകത്തോടക്കുന്നു. അടുത്തതാ: സ്നേഹിതർ ബന്ധുക്കൾ എല്ലാമാകെ മുറയിടുന്നു. അടുത്തത്: ധനവാനും ദരിദ്രനും കൊട്ടാരത്തിൽ താമസിക്കുന്നവനും നമ്മുടെ ഗേറ്റിന് പുറത്ത് നാനക്കി കിടക്കുന്നവനും എല്ലാവരോടും പറയുക, ഈ പോക്ക് പൂഴിക്കും പുഴുവിനും ഇരയാവാനയക്കുന്നു. നാറുന്ന ശരീരം, വിയർപ്പുള്ള ശരീരം, സുഗന്ധദ്രവ്യങ്ങളിൽ പൊതിഞ്ഞ ശരീരം, പട്ടുടുത്ത ശരീരം, കീറിയ വസ്ത്രം ധരിച്ച ശരീരം, ഏത് ശരീരമായാലും മരിക്കുമ്പോൾ അടക്കിപ്പിടിച്ചത് നിങ്ങൾക്ക് ഇനി ഉറക്കെ പറയാം. അടക്കിപ്പിടിച്ചത് ഉറക്കെ പറയുന്ന സന്ദർഭമാണ് അടക്കം. ചുരുക്കത്തിൽ ഈ ലോകത്തിൻ്റെ പൊങ്ങച്ചങ്ങളുടെ പൊള്ളത്തരത്തെ തുറന്നു കാണിക്കുന്ന അവസരമാണ്. ധനവാനും മരിച്ചു, ലാസറും മരിച്ചു. ഒരുപക്ഷെ നമ്മുടെ വിശ്വാസ പാരമ്പര്യങ്ങളിൽ പെടാത്തവർക്ക് പോലും വളരെ ഹൃദയസ്പർശിയായ ഒരു പ്രാർത്ഥനയുണ്ട്. ഇത് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അച്ഛാ, ആ പ്രാർത്ഥന നമ്മുടെ ആളുകൾ ഈ ബണ്ണ് തിന്നുന്ന തിരക്കിലായതുകൊണ്ട് ഒരുപക്ഷെ ഇത് ശ്രദ്ധിക്കാൻ സമയമില്ല. ആദ്യമായി പണ്ട് നമ്മുടെ മോനി മാത്യു അച്ഛനാണ് ഇത് പറഞ്ഞത്. അച്ഛൻ്റെ സ്വന്തമാണെന്ന് തോന്നുന്നു. നമ്മുടെ ഇന്നിപ്പം ബണ്ണൊക്കെ മാറി അല്ലേ? മരിച്ച ആളുടെ വായി മണ്ണ് വീഴുന്നതിന് മുമ്പ് ജീവിച്ചിരിക്കുന്നതിൻ്റെ വായിൽ മണ്ണ് വീഴുമെന്ന് ഇത് മോനി മാത്യു അച്ഛൻ പറഞ്ഞ. ഇനി അച്ഛനല്ല പറഞ്ഞെങ്കിൽ നിത്യതയിൽ മോനി മാത്യു അച്ഛൻ എന്നോട് ക്ഷമിക്കട്ടെ. അപ്പം നമ്മൾ ഈ ബണ്ണ് തിന്നുന്നതിൻ്റെയും പൊതി തിന്നുന്നതിൻ്റെയും തിരക്കിനിടയിൽ ഒരു വാക്യമുണ്ട്: ഈ ലോകത്തിൻ്റെ പൊങ്ങച്ചങ്ങളുടെ പൊള്ളത്തരം. ഇതിൻ്റെ പേരാണ് പബ്ലിക് റപ്ചർ. ധനവാൻ വലിയ ഭാഗ്യവാനാണ്. എന്നാൽ ഇവിടെ എന്താണ് വായിക്കുന്നത്? എൻ്റെ സഹോദരന്മാരെ, ഞാൻ പാതാള വഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറകളെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നത് എന്തിന്? സൗന്ദര്യത്തിൻ്റെ പൊള്ളത്തരം. ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്നിനെ ശേഖരിക്കുന്നത് എന്തിന്? ധനവാന്മാർ തങ്ങളുടെ ധനത്തെപ്പറ്റി അഹങ്കരിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പുകഴുന്നത് എന്തിന്? ഇതാകുന്നു നമ്മളുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ
അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജൻസികൾ തങ്ങളുടെ സാമർഥ്യത്തിൽ ചാഞ്ചാടുന്നത് എന്തിന്? ഇത് നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ നേരെ പറയാൻ പറ്റൂ? മത്തായിങ്ങളുടെ വീട്ടിൽ ചെന്ന് ഇതാകുന്നു നിന്റെ അവസാനമെങ്കിൽ അതോടുകൂടെ നമ്മുടെ അവസാനം അല്ലേ? ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനോട് ചെന്നിട്ട് ഇതാണ് നിന്റെ അവസാനമെങ്കിൽ അതോടുകൂടെ നമുക്കൊരു തീരുമാനമായി. അപ്പൊ നേരിട്ട് പറയാതെ വെച്ചിരുന്ന ചില ഹിഡൻ ട്രാൻസ്ക്രിപ്റ്റുകളുണ്ട്. എല്ലാവരും ശരിയെന്നും ഭാഗ്യമെന്നും അനുഗ്രഹമെന്നും കരുതുന്ന കാര്യങ്ങൾ അല്ല ശരിയെന്ന് പറയണമെന്നുണ്ട്. പക്ഷേ പറയാൻ ധൈര്യം പോരാ. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനുള്ള അവസരമാണ് മരണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഭാഗ്യവും നിർഭാഗ്യവും അനുഗ്രഹവും ശാപവും മാറി മറിയുന്ന അവസരമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, ഡെത്ത് ഈസ് എ ഗ്രേറ്റ് റിവേഴ്സൽ. അതുകൊണ്ട് മരണത്തിൽ സംഭവിക്കുന്നത് നോട്ട് എൻഡോഴ്സിങ് യുവർ സ്റ്റേറ്റസ് കോ ഓർ നോട്ട് ലെവലിംഗ് ബട്ട് റാഡിക്കൽ ഇൻവേർഷൻ. അബ്രഹാമിന്റെ മടിയിൽ ലാസർ ഇരിക്കുന്നത് കാണുകയാണ്. പുള്ളി താഴെ നിന്ന് മേളിലോട്ട് നോക്കിയപ്പോൾ ഇതുവരെ ലാസറിനെ പുജ്ഞമായിരുന്നു. നോക്കിയപ്പോൾ അബ്രഹാമിന്റെ മടിയിൽ ലാസർ ഇരിക്കുന്നു. നിങ്ങൾ ആ ഭാഗം വളരെ താല്പര്യത്തോടെ വായിച്ചാൽ നമുക്ക് കുറേ കാര്യങ്ങൾ കാണാം. ഇതാണ് ദൈവത്തിൻ്റെ ഇക്കോണമി. പട്ടിണി കിടന്നവൻ അല്ലെങ്കിൽ പട്ടി നക്കിയവൻ അബ്രഹാമിൻ്റെ മടിയിലിരിക്കുന്നു. നിന്ദിക്കപ്പെട്ടവൻ മാനിക്കപ്പെടുന്നു, അവഗണിക്കപ്പെട്ടവൻ പരിഗണിക്കപ്പെടുന്നു. ഇത് തന്നെയാണ് കന്യകമറിയാമിൻ്റെ പാട്ടിൽ. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം, അവൻ പ്രഭുക്കന്മാരെ എന്തു ചെയ്യുന്നു? സിംഹാസനങ്ങളിൽ നിന്ന് താഴെ ഇറക്കും. അവൻ വിശക്കുന്നവരെ നന്മകൾ കൊണ്ട് സമ്പൂർണരാക്കും, ധനവാന്മാരെ വെറുതെ അയക്കും. വാസ്തവത്തിൽ സഭയുടെ ഒരുപക്ഷെ ഏറ്റവും വലിയ ലിറ്റർജി എന്ന് പറയുന്നത് കന്യകമറിയാമിൻ്റെ പാട്ടാ. പ്രഭുക്കന്മാർ സിംഹാസനങ്ങളിൽ നിന്നിറങ്ങും, താണവർ ഉയരും. ധനവാന്മാർ വെറുതെ പോകും, വിശക്കുന്നവർ നന്മകൾ കൊണ്ട് സമ്പൂർണരാകും. ഇത് മരണത്തിനപ്പുറത്തുള്ളൊരു ജീവിതത്തെക്കുറിച്ച് മാത്രം പറയാനല്ല, മരണത്തിന് മുൻപ് മര്യാദയ്ക്ക് ജീവിക്കാനുള്ള മുന്നറിയിപ്പും കൂടെയാണ്. ഒന്നുകൂടെ പറയാം, ഇത് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് മാത്രമല്ല, മരണത്തിന് മുൻപ് മര്യാദയ്ക്ക് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ ഓർമ്മിപ്പിക്കുക. മരണമെന്നത് മാന്യതയുടെ അളവുകോൽ മാറുന്ന അവസരമാണ്. മാന്യതയുടെ നിർവചനങ്ങൾ റദ്ദാക്കപ്പെടുന്ന അവസരമാണ്. ധനവാനായ മനുഷ്യൻ മുകളിലോട്ട് നോക്കുകയാണ്. മുകളിലോട്ട് നോക്കിയപ്പോൾ അബ്രഹാമിൻ്റെ മടിയിൽ ലാസർ ഇരിക്കുന്നു. ധനവാൻ പാതാളത്തിലും അബ്രഹാമിൻ്റെ മടിയിൽ ലാസറുമാണ്. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കരുത്, അങ്ങനെ നരകത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ പാതാളത്തിലാണ് കിടക്കുന്നതെങ്കിലും നമുക്ക് കാണാൻ പറ്റുമോ? അങ്ങനെ ഒരു തോന്നലുണ്ടല്ലേ? അപ്പം നിങ്ങൾ വിചാരിക്കും, നല്ല ഒന്നുമില്ലേ, ഞങ്ങൾക്ക് അച്ഛനെ കാണാൻ പറ്റുമല്ലോ. എവിടെ ഇരുന്നോണ്ടാന്നുള്ളത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. എന്താണ് അതിൻ്റെ അർത്ഥം? ഇത്രയേ ഉള്ളൂ. ഈ അബ്രഹാമിൻ്റെ മടിയിൽ ഇരിക്കുന്ന ലാസറിനെ ധനവാനായ മനുഷ്യന് കാണാം. എന്തുകൊണ്ടാണ് ഈ ധനവാന് കാണത്തക്ക തരത്തിൽ ഈ ലാസറിനെ ഇരുത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, എൻ്റെ ഒരു വിചാരം, എല്ലാ ദിവസവും 24 മണിക്കൂറും
തൻ്റെ ഗേറ്റിൻ്റെ വാതിക്കൽ അയാളുടെ വ്രണങ്ങളെല്ലാം നക്കുന്നത്, പട്ടി നക്കുന്നത് കണ്ടുകൊണ്ടിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യവും എഴുന്നേൽക്കുമ്പോഴും അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ആരെ കാണാം? ലാസറിനെ കാണാം. അതുകൊണ്ട് ദൈവം തമ്പുരാൻ തീരുമാനിച്ചു, നീ കുറേ കാലം ലാസറിനെ നോക്കിയിരുന്നല്ലേ, ഇനിയും നീ ലാസറിനെ നോക്കിയിരിക്കെ, പക്ഷേ അതിൻ്റെ ക്രമം മാറി എന്ന് മാത്രം. ഇവിടെ ഏറ്റവും രസകരമായിരിക്കുന്ന ഒരു കാര്യം, ഈ പാതാളത്തിൽ കിടക്കുമ്പോഴും ഈ ധനവാനായ മനുഷ്യൻ്റെ ചിന്ത ലാസർ വേലക്കാരനാണ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ആ കോൺവെർസേഷൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. അബ്രഹാമിനോട് പറയാം, അബ്രഹാം പിതാവേ, അവിടെ തന്നെ ഒരു ബന്ധമൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അബ്രഹാം പിതാവേ, എനിക്കിവിടെ ഭയങ്കര ദാഹമാണ്, വെള്ളമൊന്നുമില്ല. നാട്ടിലാണെങ്കിൽ കൂളറും വാട്ടർ ഡിസ്പെൻസറും അക്വാഗാർഡും LGയുടെ വാട്ടർ പ്യൂരിഫയറും ഒക്കെ, ഇവിടെ ഒന്നുമില്ല. അതുകൊണ്ട് അവിടെ നിൽക്കുന്ന ഒരു പുള്ളിയുണ്ടല്ലോ, പണ്ട് എൻ്റെ ഗേറ്റിൻ്റെ വാതിൽക്കൽ കിടന്നേ, ആ പുള്ളിയുടെ ഒരു ഇച്ചിരി വെള്ളം. പാതാളത്തിൽ കിടക്കുമ്പോഴും ജന്മിയാണെന്നാണ് ഈ പുള്ളി വിചാരിക്കുന്നത്. ഇതിനാണ് പറയുന്നത്, ഡാഷ് എടുത്ത് ഡാഷിൻ്റെ അകത്തിട്ടാലും ഡാഷ് അങ്ങനെ തന്നെ ഇരിക്കുന്നത്. നരകത്തിൽ ചെന്നാലെങ്കിലും ഒരു മനോഭാവത്തിനൊരു വ്യത്യാസം. അവിടെയും പറയുന്നത്, യു പ്ലീസ് ആസ്ക് ലാസറസ് ടു ഫെച്ച് സം വാട്ടർ ഫോർ മീ. അപ്പോൾ പറഞ്ഞു, ഇവിടുന്ന് അങ്ങോട്ട് വാട്ടർ കണക്ഷൻ ഇല്ല. എനിക്ക് ആ ഭാഗം വായിക്കുമ്പോൾ ഭയങ്കര, ഈ പുള്ളി അവിടെ ചെല്ലുമ്പോഴെങ്കിലും ഒന്ന് ഗുണപ്പെടണ്ടേ? ഇതാണ് പോക്കെങ്കിൽ പാതാളത്തിൻ്റെ താഴെ വല്ലതും ഉണ്ടെങ്കിൽ മിക്കവാറും അവിടെ പോകും. ആ ലാസറിനോടെ ഇച്ചിരി വെള്ളം. അപ്പോൾ യേശു പറഞ്ഞു, സപ്ലൈ ഇല്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് എത്തിക്കുന്ന പരിപാടിയില്ല. അപ്പം പുള്ളിയുടെ രണ്ടാമത്തെ വിചാരം, അപ്പോൾ ഇതിന് നമുക്കൊരു എൻറ്റൈറ്റിൽഡ് മൈൻഡ് സെറ്റ് എന്നൊക്കെ പറയാം. വീണ്ടും പറയുകയാണ്, ഈ ലാസറിനെ ഒന്നുകൂടെ അയക്കണം നാട്ടിലോട്ട്. അബ്രഹാമിൻ്റെ മടിയിലിരിക്കുന്ന ലാസർ ഇപ്പോഴും ഈ പുള്ളിയുടെ വീടിൻ്റെ വാതിക്കൽ കിടക്കുന്ന ആളാണെന്നാണ് വിചാരിക്കുന്നത്. വെള്ളം കൊണ്ടുവരണം. അടുത്തത്, സഹോദരന്മാരുടെ എടുക്കൽ ഒന്ന് വിടണം. ഒരു 5 എണ്ണം ഉണ്ട്. ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് അധികം താമസിക്കാതെ ഇവിടെ തന്നെ വരാനുള്ള എല്ലാ സാധ്യതയും. അതുകൊണ്ട് ഈ ധനവാൻ പറയുക, സത്യത്തിലൊരു നന്മയുള്ള മനുഷ്യനാണ്, ഞാനോ ഇങ്ങനായി, അവരെങ്കിലും ഒന്ന് രക്ഷപ്പെടട്ടെ. അപ്പോൾ യേശു പറഞ്ഞു, സോറി, അങ്ങോട്ട് വിടുന്ന പരിപാടിയില്ല. അപ്പോൾ വീണ്ടും ഈ ധനവാൻ പറയുകയാണ്, അതെ, ഈ മരിച്ചവരിൽ നിന്ന് ഒരാൾ ചെന്നാൽ ചിലപ്പം പുള്ളി വിശ്വസിക്കും. ദൈവം പറഞ്ഞ ആ പരിപാടിയില്ല. ഇവിടുന്ന് വെള്ളവും കിട്ടത്തില്ല, ഇവിടുന്ന് ലാസറിനെ നാട്ടിലോട്ട് വിടത്തുമില്ല. പിന്നെ നിന്റെ സഹോദരന്മാർക്ക് നന്നാവണമെങ്കിൽ നേരത്തെ ആരെ വിട്ടിട്ടുണ്ട്? പ്രവാചകന്മാരും. അവരൊന്നും പറഞ്ഞിട്ട് വിശ്വസിക്കാത്തയാൾ ഇനി മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റാൽ വിശ്വസിക്കുമെന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ എന്താണ് പറയാൻ ശ്രമിച്ചത്? നിലവിലിരിക്കുന്ന ഒരു വലിയ ബോധ്യം, ഭാഗ്യം, അനുഗ്രഹം എന്നൊക്കെ കരുതുന്ന കാര്യം അതല്ല അനുഗ്രഹം. നമ്മൾ ഭാഗ്യമെന്ന് കരുതുന്നതല്ല ഭാഗ്യം, നമ്മൾ അനുഗ്രഹം എന്ന് കരുതുന്നതല്ല അനുഗ്രഹം. അതുകൊണ്ട് അനുഗ്രഹത്തെക്കുറിച്ചും ഭാഗ്യത്തെക്കുറിച്ചുമുള്ള പൊതുബോധ്യങ്ങൾ തിരുത്താനാണ് യേശു ഈ ഉപമയിലൂടെ ശ്രമിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ജീവിക്കുന്ന കാലത്ത് സമ്പത്തില്ലാതെ വരുമ്പോൾ, ആഡംബരത്തോടെ ജീവിക്കാൻ കഴിയാതെ വരുമ്പോൾ അതൊക്കെ നിർഭാഗ്യമാണ് എന്ന് കരുതുന്നെങ്കിൽ, ഇന്ന് രാത്രി ഭാഗ്യമെന്ന് കരുതുന്നതൊക്കെ നിർഭാഗ്യമാണെന്നും അനുഗ്രഹമെന്ന് കരുതുന്നതൊന്നും അനുഗ്രഹമല്ല എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഒരു പക്ഷേ അതെല്ലാവരും വിശ്വസിച്ചു എന്ന് വരണമെന്നില്ല. കാരണം പബ്ലിക് ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ധനവാന്റെ കൂടെയാണ്.
ലാസറിൻ്റെ പേരിൻ്റെ അർത്ഥം ദൈവം എൻ്റെ സഹായകൻ. നമ്മളൊക്കെ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ ആർക്കും വേണ്ടാത്തവരാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ ദൈവം നിങ്ങളെ മാനിക്കുക തന്നെ ചെയ്യും. ഞാനിത് വെറുതെ പറയുന്നതല്ല, ഒരു അനുഭവം കൂടെ പറഞ്ഞ് നിർത്താം. ഞാൻ കുണ്ടറ ശാലയം പള്ളിയിൽ 2003 അച്ഛനായി ശുശ്രൂഷ ചെയ്തത്. അപ്പോൾ 2003 എൻ്റെ സ്ഥലം മാറ്റം സേലം എന്ന സ്ഥലത്തോട്ടാണ്. സേലം, നെയ്വേലി, ആണ്ടിമഠം എല്ലാം കൂടെ ചേർന്ന്. അന്ന് ഭാഗ്യസ്മരണീയനായ സക്കറിയാസ് തിരുമേനിയാണ് ചെന്നൈ, ബാംഗ്ലൂർ, ഇപ്പം ബംഗളൂരു അതിൻ്റെ ഭദ്രാസന അധ്യക്ഷൻ. അപ്പം എൻ്റെ സ്ഥലമാറ്റമുള്ള ആ ദിവസം, ആ ഞായറാഴ്ച, സക്കറിയാസ് തിരുമേനിയാണ് അന്ന് കുർബാന അനുഷ്ഠിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും എത്ര ദുഷ്ടനാണെങ്കിലും പോകാൻ നേരത്ത് നല്ലത് പറയുമല്ലോ നമ്മുടെ ആളുകൾ. അപ്പോൾ ശാലയം പള്ളിക്കാരൊക്കെ വലിയ കാര്യമായിട്ട് നല്ലതാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഈ പോകുന്നതിൻ്റെ ഒരു സന്തോഷം കൊണ്ട് പറഞ്ഞാന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ അതിൽ ചിലർ പറഞ്ഞു, ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. എന്നിട്ട് പറഞ്ഞു, തിരുമേനിയുടെ സ്വന്തം നാട്ടുകാരനെ, അപ്പം ഞാൻ തലപിടി നേരണമെല്ലാം അടുത്തടുത്താണ്, സ്വന്തം നാട്ടുകാരനെ തിരുമേനിയുടെ സ്വന്തം ഭദ്രാസനത്തിലോട്ട് കൊണ്ടുപോകുന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. ഇത് 2-3 പേര് പറഞ്ഞു. അന്നും ഇന്നും എന്തിനാണ് സക്കറിയാസ് തിരുമേനി പറഞ്ഞു, എനിക്കൊരു കാര്യം ക്ലാരിഫൈ ചെയ്യാനുണ്ട്. തിരുമേനി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞല്ലോ ഈ അച്ഛൻ എൻ്റെ നാട്ടുകാരൻ, എൻ്റെ ഭദ്രാസനത്തിൽ. സത്യം പറഞ്ഞ എനിക്ക് ഈ അച്ഛനെ അറിയത്തില്ല. ഈ ബലൂണിൻ്റെ അകത്തുനിന്ന് കാറ്റ് പോകുന്ന അവസ്ഥ. എന്നിട്ട് തിരുമേനി ഒരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങൾക്കറിയാൻ മേലാത്തത് കൊണ്ടാണ് ഈ സ്ഥലം മാറ്റത്തിൻ്റെ ക്രമീകരണം. ഇപ്പോഴും എനിക്കറിയത്തില്ല എന്തിനാണ് സക്കറിയാസ് തിരുമേനി അങ്ങനെ പറഞ്ഞു. എല്ലാ ട്രാൻസ്ഫർ എല്ലാം കഴിഞ്ഞു വരുമ്പോൾ ആരും എടുക്കാത്ത കുറച്ച് അച്ഛന്മാർ കാണും. അന്ന് സക്കറിയാസ് തിരുമേനി ഉപയോഗിച്ച വാക്ക് ഫ്ലോട്ടിംഗ് അച്ഛന്മാരെന്ന. ഇന്ന് ഞാൻ ആ വാക്ക് ഉപയോഗിക്കും, ഓർമ്മയാണ്. ഇത് പരസ്യമായി പറഞ്ഞത്, രഹസ്യമല്ലാത്തതുകൊണ്ടാണ് ഇത് പരസ്യമായി പറയുന്നത്. അങ്ങനെ ആർക്കും വേണ്ടാത്ത ഫ്ലോട്ടിംഗ് അച്ഛന്മാർ കുറച്ച് പേര് കാണും. ഈ പ്രാവശ്യം ഒരു 8-10 ഫ്ലോട്ടിംഗ് അച്ഛന്മാരുണ്ടായിരുന്നു. ഒരു തിരുമേനിക്കും വേണ്ട. അങ്ങനെ ഒരാളാണ് നിങ്ങളുടെ അച്ഛൻ. ജീവിതത്തിൽ വല്ലാതെ അങ്ങ് സങ്കടം തോന്നിയൊരു നിമിഷം, ഒരാൾക്കും എന്നെ വേണ്ടേ? അന്ന് രാത്രി എനിക്ക് തോന്നി, ജീവിതം നാന്നൊക്കെയോ. പക്ഷെ ഒന്നുറപ്പിച്ച് പറയാം, ഫ്ലോട്ടിംഗ് ആണോ അല്ലയോ എന്നെനിക്കറിയില്ല. ദൈവം എന്നെ എന്നും മാനിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ദൈവം മാനിക്കുമെന്ന് പറയുന്നത് വെറുതെ തമാശ പറഞ്ഞതല്ല. ആർക്കും വേണ്ടാത്ത ഒരു ഫ്ലോട്ടിംഗ് അച്ഛനായിരുന്നു ഞാൻ. ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ എല്ലാം കീഴ്മേൽ മറിയുന്ന ഒരു കാലം വരും. ദൈവമാണ് നമ്മുടെ ഹെൽപ്പർ. ലാസറിന് ആരുമില്ല. പക്ഷെ ലാസറിൻ്റെ പേരിൻ്റെ അർത്ഥം ഗോഡ് എലോൺ ഈസ് മൈ ഹെൽപ്പർ. ഒരിക്കൽ അബ്രഹാമിൻ്റെ മടിയിലിരിക്കുന്ന ഒരു കാലം വന്നു ചേരും. ഒരുപക്ഷെ നമുക്ക് നിർഭാഗ്യവാന്മാരാണെന്ന് നമുക്ക് തോന്നും. ഒരുപക്ഷെ ആർക്കും നമ്മളെ വേണ്ടായല്ലോ എന്ന് തോന്നും. ഒരുപക്ഷെ ജീവിതത്തിൽ ലാസറിനെ പോലെ വ്രണം നക്കുന്നതായ അവസരങ്ങൾ ഉണ്ടാവും. പക്ഷേ
ദൈവം മാനിക്കുന്ന ഒരു ദിവസം വരും. അവൻ പ്രഭുക്കന്മാരെ സിംഹാസനങ്ങൾ നിറങ്ങിയിട്ട് താണവരെ ഉയർത്തുന്ന ഒരു ദിവസം വരും. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ലാസറിനെ മാനിച്ച ദൈവം എന്നെയും നിങ്ങളെയും മാനിക്കുക തന്നെ ചെയ്യും. അത് ഈ ലോകത്തിൽ വെച്ച് തന്നെ വേണമെന്ന് വാശി പിടിക്കരുത്. കാരണം മരണമാണ് ഏറ്റവും വലിയ സ്റ്റേറ്റസ് റിവേഴ്സലിൻ്റെ അവസരം. ധനവാൻ പാതാളത്തിൽ പോയി, ലാസർ അബ്രഹാമിൻ്റെ മടിയിലേക്ക് പോയി. പടിക്കൽ കിടക്കുന്നവൻ മടിയിലിരിക്കുന്ന ഒരു കാലം വരും. അവഗണിക്കുന്നവർ പരിഗണിക്കുന്ന ഒരു കാലം വരും. നിന്ദിക്കുന്നവർ മാനിക്കുന്ന ഒരു കാലം വരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ബോധ്യമാണ് മരണം വരെ ജീവിക്കാനുള്ള ധൈര്യം നമുക്ക് നൽകുന്നത്. ഞാനൊരു മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ഭാഗമാണ് പറഞ്ഞതെങ്കിലും അത് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശ മാത്രമല്ല. മരിക്കുന്നതുവരെ ചില ബോധ്യങ്ങളോടുകൂടെ, ചില നിലപാടുകളോടുകൂടെ, ചില വിശ്വാസങ്ങളോടുകൂടെ, ചില പ്രമാണങ്ങളോടുകൂടെ ജീവിക്കാൻ. കിടക്കുന്നത് പടിപ്പുരയ്ക്കാവട്ടെ, വ്രണങ്ങൾ വരട്ടെ, പട്ടി നക്കട്ടെ, പക്ഷേ ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല നമ്മുടെ ജീവിതം. പൗലോസ്ലീഹ പറയുന്നത് എന്താണ്? ഈ ലോകത്തിൽ മാത്രം നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നെങ്കിൽ നിങ്ങൾ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. അതുകൊണ്ട് ലാസറിൻ്റെ ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മെ ദൈവം മാനിക്കുന്ന ഒരു ദിവസം വരും. ഭാഗ്യങ്ങൾ നിർഭാഗ്യമായും അനുഗ്രഹം ശാപമായും മാറുന്ന ഒരു കാലം വരും. അത് വന്നേ പറ്റൂ. കാരണം ദൈവം വിശ്വസ്തനാണ്, ദൈവം നീതിമാനാണ്. ലാസറിൻ്റെ ദൈവമാണ് എൻ്റെ ദൈവം.